വിഷ്ണു, സംസ്ഥാനത്ത് ഈ താപനില ഉയരുന്നതും മരണം സംഭവിക്കുന്നതും ഇപ്പോൾ വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതുണ്ട്, ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നിലനിൽക്കുന്നത്? ഫിജി, സംസ്ഥാനത്തെ പലയിടങ്ങളിലും ഇപ്പോൾ ശക്തമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. ഉഷ്ണതരംഗം അടക്കമുള്ള കാര്യങ്ങൾ പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. സംസ്ഥാനത്തെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും അസാധാരണമായ ഒരു ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഈ സ്ഥിതി ഈ ഒരാഴ്ച കൂടി തുടർന്നേക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് വരുന്ന വിവരം. അതോടൊപ്പം തന്നെ പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാണ് ഇതുവരെ രേഖപ്പെടുത്തിയത്. തൃശ്ശൂർ, കൊല്ലം ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ 3 ജില്ലകളിലും കനത്ത ജാഗ്രതയാണ് തുടരുന്നത്. അതേസമയം മറ്റ് ജില്ലകളിലും, പ്രധാനമായും ഈ വയനാട്, ഇടുക്കി ഒഴികെയുള്ള മറ്റ് ജില്ലകളിലെല്ലാം കനത്ത ചൂട് തന്നെയാണ് അനുഭവിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്നിട്ടുണ്ട്. ഏതായാലും ഈ താപനില ഇനിയും ഉയരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഉഷ്ണതരംഗത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. മെയ് 2 വരെ ഏതായാലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കനത്ത ചൂട് തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ വേനൽ മഴ വന്നാൽ മാത്രമാണ് ഒരു ആശ്വാസത്തിന് സാധ്യതയുള്ളത്. ഏതായാലും മെയ് പകുതിയോടെ തന്നെ ഈ മൺസൂൺ കാലഘട്ടം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും മൺസൂൺ നേരത്തെ എത്തുമെന്നും അതോടൊപ്പം 40% മഴ ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും നിലവിലെ ചൂടിന് പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഏതായാലും ഒരാഴ്ച കൂടി കഴിയേണ്ടി വരും എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഏതായാലും ഇനി 2 ദിവസം കൂടി, അല്ലെങ്കിൽ മെയ് 2 കഴിയുന്നതുവരെ ചൂട്, ഇത് അസാധാരണമായ ഒരു ചൂട് തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഫിജി. ശരി വിഷ്ണു.